ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. ഇത് കണ്ടോ, കമ്പിളി നൂല് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഫ്ലവർ പോട്ട് ചെയ്തെടുത്താലോ. ഈ പോട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഈ പോട്ട് സിമെന്റിലുള്ളതാണ്. ഇന്ന് ചെയ്യുന്നില്ല, ഇന്ന് ഈ പൂക്കളാണ് ചെയ്യുന്നത് കേട്ടോ. ക്രോഷ്യ വർക്കൊക്കെ അത്യാവശ്യം അറിയാന്നുള്ളവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അറിയാത്തവര് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ബേസ് സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇതിന്റെ സ്റ്റാർട്ടിങ് മാത്രം അറിഞ്ഞാൽ മതി, ഇത്രയും ഭംഗിയുള്ള നല്ലൊരു ഫ്ലവർ പോട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അറിയാത്തവര് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ ഇത്രയും ഭംഗിയുള്ള പൂക്കള് നമുക്ക് ഉള്ളൻ നൂലുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പഠിച്ചാലാ. ഞാനിപ്പോ ഫ്ലവർ ചെയ്യാൻ വേണ്ടി ഈ 2 കളർ യാണും 2.5 mm നീഡിലുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പൊ യാണ് ഇതുപോലെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഫസ്റ്റ്. അത് കഴിഞ്ഞ് 6 സിംഗിൾ ക്രോസിയ. ഫസ്റ്റ് ഇതുപോലെ കെട്ടിട്ട് ഇനി 6 സിംഗിൾ ക്രോസിയ കൂടെ എടുത്താൽ മതി. ഇതുപോലെ ഈ സ്ലിപ്പ് സ്റ്റിച്ചിനകത്തുകൂടെ ഇതുപോലെ എടുത്ത് ഈ ലൂപ്പിനകത്തൂടെ ഇതുപോലെ വലിച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഇതിനകത്തൂടെ വലിച്ചെടുത്താൽ മതി. 6 എണ്ണം ഇതുപോലെ ചെയ്യണം കേട്ടോ. സിംഗിൾ ക്രോസി 6 എണ്ണം. കണ്ടോ, ഇപ്പൊ ഇവിടെ 6ഉം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ സ്റ്റാർട്ടില് സ്ലിപ്പ് സ്റ്റിച്ചിട്ടില്ലേ, ആ ചെറിയ ത്രെഡ് കണ്ടോ, അതൊന്ന് വലിച്ചു കൊടുത്താൽ മതി. നല്ലപോലെ ടൈറ്റ് ആയിക്കോളും. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞു റൗണ്ട് കിട്ടും. ഇനിയിപ്പോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയല്ലോ, ഈ ചെയിനകത്ത് ഈ നീഡിലൊന്ന് കടത്തി ഓരോ ക്രോസിയും, ഇപ്പൊ 6 സിംഗിൾ ക്രോസി ആണല്ലോ എടുത്തത്, ആ ഓരോ ക്രോസിക്കകത്തും 2 വെച്ചെടുക്കണം. ഇതാ ഇവിടെ 1 2. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ചിനകത്ത് ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കാം. അറിയാൻ വേണ്ടിയാണ് കേട്ടോ, അടുത്ത റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ആയത് ഇതുപോലെ അറിയാൻ വേണ്ടിയാണേ. ഇനി ഓരോ ചെയിനകത്തും 2 സിംഗിൾ ക്രോസി എടുക്കണം കേട്ടോ. ഓരോ ചെയിനകത്തും 2 എണ്ണം. അപ്പൊ 6 എണ്ണം എടുത്തത് അപ്പൊ 12 ആവും. അതാണ് സെക്കൻഡ് റോ. ഒരു ചെയിനകത്ത് 2 സിംഗിൾ ക്രോസിയ, അടുത്ത ചെയിനകത്ത് 2 സിംഗിൾ ക്രോസിയ. അങ്ങനെ ഇവിടുന്ന് പിൻ ചെയ്ത് സ്റ്റാർട്ട് ആയല്ലോ. കണ്ടോ, ഇതുപോലൊന്ന് കടത്തി ഇതുപോലെ ത്രെഡ് വലിച്ചുകൊണ്ടുവന്ന് ആ ലൂപ്പിനകത്തൂടെ ഇതുപോലെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ഒന്നും കൂടെ അതിനകത്ത് ചെയ്യാം. ഇതുപോലെ ആ ലൂപ്പിനകത്തൂടെ വലിച്ചെടുക്കുമ്പോൾ 2 എണ്ണം ഒരു ചെയിനകത്താവും. ഇനി അതുപോലെ തന്നെ 2 സിംഗിൾ ക്രോസിയ ഓരോ ചെയിനകത്ത്, അപ്പൊ 12 എണ്ണം ആവും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചിനകത്ത് 6 സിംഗിൾ ക്രോസിയ, 6നകത്ത് സെക്കൻഡ് റോയില് ഈ 6 സിംഗിൾ ക്രോസിയിൽ ഓരോന്നിനകത്തും 2 സിംഗിൾ ക്രോസിയ വെച്ച്, അപ്പൊ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആവും. ഇപ്പതാ പിൻ ചെയ്ത് അതുവരെ എത്തി. ഇനി ഒരു കെട്ടിട്ട് കൊടുക്കുക. സ്റ്റാർട്ട് ചെയ്തല്ല ആ പിന്ന് വെച്ച് ആ സ്റ്റിച്ചിനകത്ത് ഒരു കെട്ട് കൊടുക്കുക. അത് ചേർത്ത് ഒരു ചെയിൻ ഇട്ടാൽ മതി. ഇതാ ഇതുപോലെ ഒരു ചെയിൻ ഇട്ട് ഇനി ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, രണ്ടും കൂടെ ചേർന്ന് ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ഒരു ചെയിനും കൂടെ ഇടുമ്പോൾ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ തേർഡ് റോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഓരോ ചെയിനകത്ത് ഓരോ സിംഗിൾ ക്രോസി, ഇപ്പൊ 12 സിംഗിൾ ക്രോസി കൊടുത്തല്ലോ, അതിനകത്ത് ഹാഫ് ഡബിൾ ക്രോസിയ. തേർഡ് റോ ഫുള്ളും ഹാഫ് ഡബിൾ ക്രോസിയാണ്. ഇതുപോലെ ത്രെഡ് എടുത്ത് 3 ലൂപ്പ് കിട്ടും. അതിനകത്തൂടെ ഒന്നിച്ച് വലിച്ചെടുക്കണം. ഒരു ചുറ്റി അടുത്ത ചെയിനകത്ത് ഇതുപോലെ നിറക്കി ത്രെഡ് വലിച്ചെടുത്ത് 3 ലൂപ്പ് കിട്ടും. ഈ 3 ലൂപ്പിനകത്തൂടെ ഈ ത്രെഡ് വലിച്ചെടുക്കണം. അപ്പൊ ഹാഫ് ഡബിൾ ക്രോസിയ. ഇത് ഫുൾ റൗണ്ട് ഇതുപോലെ ചെയ്യണം. കണ്ടോ, ഒരു ചുറ്റി ഇപ്പൊ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടല്ലോ, അവിടെ പിന്ന് വയ്ക്കാൻ മറക്കല്ലേ. പിന്ന് വെച്ച് മാർക്ക് ചെയ്ത ശേഷം ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഹാഫ് ഡബിൾ ക്രോസിയ എങ്ങനെയെന്ന് മനസ്സിലായോ? ഇതുപോലെ ഫുൾ റൗണ്ടും ചെയ്തു വരണം.
ഇതുപോലെ ചുറ്റി അകത്തൂടെ ഇതുപോലെ ത്രെഡ് വലിച്ച് ഈ 3 ലൂപ്പിനകത്തൂടെയും ഒരുമിച്ച് വലിച്ചെടുക്കണേ. കണ്ടോ, ഒരു ചുറ്റെടുത്ത് ആ ചെയിനകത്തുനിന്ന് ത്രെഡ് വലിച്ച് ഈ 3 ലൂപ്പിനകത്തൂടെയും കൊണ്ടുവരണം. ഇപ്പൊ പലരും പല രീതിക്ക് റൗണ്ട് ചെയ്യും കേട്ടോ. ഇപ്പൊ റൗണ്ട് എങ്ങനെയായാലും ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഏത് സ്റ്റിച്ച് ഇട്ടാലും ഒരു റൗണ്ട്, കുഞ്ഞു കുഞ്ഞു റൗണ്ടാണ് നമുക്ക് ആവശ്യം ഈ പൂക്കൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഏത് ടൈപ്പ് ചെയ്താലും ഇതുപോലൊരു റൗണ്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പൊ ഈ റോയത് കംപ്ലീറ്റ് ആയി. പിന്നെ വെച്ചിരുന്നില്ല, അത് മാറ്റിയ ശേഷം ഒരു കെട്ടിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടെ കൊടുക്കുക. ഇപ്പൊ 3rd റോ കംപ്ലീറ്റ് ആയി. ഇനി 4th റോയ്ക്ക് ഡബിൾ ക്രോസ് ചെയ്യുക. ഓരോന്നിനകത്തും ഓരോ ഡബിൾ ക്രോസ് ചെയ്യുക. ഒരു ചുറ്റെടുത്ത് അടുത്ത ചെയിനകത്ത് കൊടുത്ത് ഇപ്പൊ 3 ലൂപ്പ് കിട്ടും. ഫസ്റ്റ് 2 ലൂപ്പിനകത്തൂടെ എടുക്കണം. ഉണ്ടോ, 3നകത്തൂടെയും എടുക്കാൻ പാടില്ല. ഫസ്റ്റ് 2 ലൂപ്പ്, അടുത്ത 2 ലൂപ്പിനകത്ത്. ഇതാണ് ഡബിൾ ക്രോസ് ചെയ്യുക. ഇത് തന്നെയാണ് ഫുൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് 3 ലൂപ്പ് ഉണ്ട്, 2നകത്ത് ആദ്യം എടുത്ത് അടുത്ത 2നകത്തൂടെ. സെയിം ഇതേ സ്റ്റിച്ച് തന്നെ ഈ റോയ്ക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്താൽ മതി കേട്ടോ. നേരത്തെ ഞാനൊരു കീ ചെയിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ റൗണ്ട് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അത് കയറി നോക്കാം. ഇതേ സ്റ്റിച്ച് തന്നെ റൗണ്ട് ചെയ്ത് വരാം. ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയി. നമ്മുടെ റൗണ്ട് അപ്പൊ ഇവിടെ ഇതുപോലെ കിട്ടും. ഇനിയിപ്പോ സൈഡ് വഴി ഒരു ബോർഡർ, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി ഓരോ ചെയിനകത്തും ഇതുപോലൊരു സിംഗിൾ ചെയിൻ എടുത്ത് വിട്ടാൽ മതി. ഫുൾ റൗണ്ട് ഓരോന്നിനകത്തൊന്നും ഇതുപോലൊരു ചെയിൻ എടുത്ത് ആ റൗണ്ടും കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ റൗണ്ട് കംപ്ലീറ്റ് ആയി കിട്ടി. ഇതേ റൗണ്ട് കണ്ടില്ലേ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റൗണ്ടുകൾ ഒരു 6-7 നമുക്ക് ഇഷ്ടമുള്ളല്ലോ പൂക്കളുടെ വലിപ്പത്തിന് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഈ റൗണ്ട് മാത്രം മതി നമുക്ക് ഈ ഭംഗിയുള്ള പൂക്കൾ ചെയ്യാനായിട്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്കിനി സെറ്റ് ചെയ്ത് നോക്കണ്ടേ. അപ്പൊ അതിനു വേണ്ടി ഒരു കനം കുറഞ്ഞ കമ്പി, അതും അടുത്ത് അതുപോലെ തന്നെ കോട്ടൺ ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും മതി കേട്ടോ. ഒന്ന് ചുരുട്ടി, ഞാനിവിടെ നല്ലപോലെ ചുരുട്ടി ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതിനൊന്ന് നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ട് കൊടുക്കാം. ഒരു ത്രെഡ്, തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ത്രെഡ് എടുത്ത് ഇതുപോലെ നല്ലപോലെ ഒന്ന് ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് പൂക്കൾ സെറ്റ് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. ഈ റൗണ്ട് ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഓരോ റൗണ്ടും ചരിച്ചൊന്ന് ഇതിനകത്തൂടെ, കണ്ടില്ലേ, കോട്ടന്റെ പുറത്തൂടെ ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചുറ്റി വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാം. അതും അതുപോലെ തുണിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആ ത്രെഡ് വെച്ച് തന്നെയാണ് ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി താഴോട്ട്, മുകളിലോട്ട് കെട്ടരുത്, താഴോട്ട് കെട്ടിക്കൊടുത്ത് ഓരോ റൗണ്ട്, ഓരോ പെറ്റലാണിത്, ഓരോ പെറ്റലായിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഒരു ഫ്ലവറിന്റെ ലുക്ക് വരുന്നതാണ്. ഈ റൗണ്ടാണ് നമ്മൾ ഈ ഫ്ലവർ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഓരോ റൗണ്ടുകളും നമ്മൾ ഇതുപോലെ പെറ്റല് പോലെ ആക്കിയാണ് ചുറ്റി കൊടുക്കുന്നത്. എല്ലാ റൗണ്ടും ഇതുപോലെ ഓരോ പെറ്റലായിട്ട് ചുറ്റി വരണം. എല്ലാം ഒന്നിച്ചു വെച്ച് ചുറ്റാൻ പാടില്ല, എങ്കിൽ പിന്നെ പൊളിഞ്ഞു വീഴും. ഓരോ പെറ്റലായിട്ട് ഇതുപോലെ എടുത്തു വെച്ച് ചുറ്റി, ഞാനിപ്പോ ലാസ്റ്റ് ഇതുപോലെ ഒരു ത്രെഡ് കൊണ്ട് ഒരു കെട്ട് കൂടെ കൊടുക്കുവാണ് കേട്ടോ. പുറത്ത് കാണാൻ പറ്റാത്ത വിധത്തില് അകത്തൂടെ ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ട് കൂടെ കൊടുക്കാം. അപ്പൊ ഇളവി വരത്തില്ല. ഓരോ പെറ്റലും ഇതുപോലെ ഒന്ന് പിടിച്ച് പരസ്പരം ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. മേളിലോട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, താഴോട്ട് മാത്രം അകത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ പിങ്ക് നൂല് വേണമെങ്കിൽ പിങ്ക് നൂലിട്ട് ചെയ്യാം. ഞാനിവിടെ ഗ്രീൻ ആണ് എടുത്തത്. ഗ്രീൻ ഇനി നമുക്ക് നെട്ട് കൊടുക്കണമല്ലോ, അപ്പൊ അറിയത്തില്ല. ഫ്ലവറിനകം ഫുള്ള് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലെ പുറത്ത് ഷേപ്പിനൊന്ന് ഇതുപോലെ ഒന്ന് വളച്ചു പിടിച്ച്
ഒന്ന് ടൈറ്റാക്കി കെട്ടി കൊടുത്താൽ മതി, നമ്മുടെ ഫ്ലവർ ഇതുപോലെ കിട്ടും. ഇനിയിപ്പോ ഞെട്ടി കമ്പിക്കകത്തൂടെ കോർത്ത് പൂവിന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ഞെട്ടില്ലെങ്കിൽ ഗ്രീൻ പേപ്പർ ഉണ്ടല്ലോ പൂക്കളൊക്കെ ചെയ്യുന്ന, അതായാലും മതി കേട്ടോ. ഇപ്പൊ ഈ കീ ചെയിൻ ഇതാണ് നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്, അതിൽ ഞെട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതിയേ. ഇനിയിപ്പോ ആ ഞെട്ട് വെച്ച് ഞാൻ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വെച്ച ശേഷം ഈ ഗ്ലൂ ഉണ്ടല്ലോ, ഈ ഗ്ലൂ വെച്ച് ഒന്നുകൂടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഒന്നും കൂടെ നല്ല ഫിനിഷിങ് കിട്ടും. ഈ ഞെട്ടിന്റെ ഓരോ പെറ്റിൽ പിടിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് ഇങ്ങനെ ഭംഗിയാക്കി കൊടുക്കാം. ഇപ്പൊ കണ്ട എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് ഈ ഫ്ലവർ കിട്ടുന്നതെന്ന്. ഇനി ഒരു പണി കൂടെ ഉണ്ട് കേട്ടോ, ഗ്രീൻ ടേപ്പ് ഒട്ടിക്കണം. ഈ കമ്പി ഉണ്ടല്ലോ അതൊന്ന് മറഞ്ഞു കിട്ടാൻ വേണ്ടി ഈ ഗ്രീൻ ടേപ്പ് ഇതിനെ ഒന്ന് ചുറ്റി കൊടുക്കുക. മേളിൽ നിന്നൊന്ന് പിടിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റി ആ ഞെട്ടിന്റെ എൻഡ് ഭാഗത്തൂടെ ഇതുപോലെ ഒന്ന് ഫുള്ള് ചുറ്റി കൊടുത്താൽ മതി. അപ്പൊ ഒന്നുകൂടെ ഭംഗിയാവും. ആ ബാക്കി കിടക്കുന്ന ത്രെഡ് എല്ലാം അതിനകത്തോട്ട് വിട്ട് നല്ല ഭംഗിക്കൊന്ന് ചുറ്റി കൊടുത്താൽ മതിയേ. കണ്ടോ, ചുറ്റി കംപ്ലീറ്റ് ആയി. ഇതുപോലെ നമുക്ക് എത്ര പൂക്കൾ വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു റൗണ്ട്, ഈ ഉള്ളൻ റൗണ്ട് ചെയ്തെടുക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ പെറ്റലുകളെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. ഫ്ലവറിന്റെ ഷേപ്പിനൊന്ന് വളച്ച് ഭംഗിയാക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് കിട്ടിയത്. അപ്പൊ ഈ ഉള്ളൻ നൂല് വെച്ച് ചെയ്ത റൗണ്ടാണ് ഇത്രയും ഭംഗിയായ പൂക്കളായത്. കണ്ടില്ലേ? അപ്പൊ ഈ റൗണ്ടിൽ ഇത്രയും ഭംഗിയായ പൂക്കൾ കിട്ടുമെങ്കിൽ എത്ര കളർഫുൾ പൂക്കൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള ഫ്ലവേഴ്സ് ചെയ്തെടുത്ത ശേഷം ഒരു പോട്ടിനകത്തോട്ട് സെറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഫ്ലവർ പോട്ട് ഇവിടെ റെഡി.